ഹലോ എവരി വൺ. ഹാൻഡ വൈറസ് എന്നൊരു വൈറസ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ന്യൂസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഹാൻഡ വൈറസിനെ പേടിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഹാൻഡ വൈറസ് കേരളത്തിൽ 2014 റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. കേരളത്തിലെ ഒരാൾക്ക് ഹാൻഡ വൈറസ് ഇൻഫെക്ഷൻ വന്നിട്ട് മരിച്ച ഒരു വിവരം റിപ്പോർട്ട് ചെയ്തിരുന്നു. 2014 ജനുവരി 30-നാണ് ആ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ കാലത്തൊക്കെ ഹാൻഡ വൈറസ് എലികളിൽ നിന്ന് ഡയറക്റ്റ് മനുഷ്യരിലേക്കായിരുന്നു സ്പ്രെഡ് ആയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അത് മാറി മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് സ്പ്രെഡ് ആവുന്ന ഒരു രീതിയിലേക്ക് ഹാൻഡ വൈറസിന് മ്യൂട്ടേഷൻ സംഭവിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് വൈറസിന് മ്യൂട്ടേഷൻ സംഭവിച്ച് കുറച്ചുകൂടി സീരിയസ് സ്റ്റേജിലേക്കുള്ള ഒരു ഇൻഫെക്ഷൻ ആയിട്ട് ഈ ഹാൻഡ വൈറസ് ഇൻഫെക്ഷൻ മാറിയിരിക്കുകയാണ്. ഇനി കോവിഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് കോവിഡ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരാൾ മരിക്കാനുള്ള ചാൻസ് 3% ആയിരുന്നുവെങ്കിൽ ഇന്ന് ഹാൻഡ വൈറസ് മൂലം ഉണ്ടാവുന്ന മരണസാധ്യത 30% ഉയർന്നിട്ടുണ്ട്. അതായത് കോവിഡിനേക്കാളും കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ആണ് ഈ ഹാൻഡ വൈറസ് ഇൻഫെക്ഷൻ. എന്നാൽ കോവിഡ് പോലെ ഇങ്ങനെ വൈറൽ സ്പ്രെഡ് പെട്ടെന്ന് നടക്കാറില്ല. മറ്റൊരു കാര്യം, ഇന്ത്യയിൽ ഹാൻഡ വൈറസിന്റെ സാന്നിധ്യം ഉണ്ടോ? ഇന്ത്യയിൽ ഹാൻഡ വൈറസ് സാന്നിധ്യം ഇല്ല. മാത്രമല്ല എലികളിൽ നിന്ന് മാത്രമാണ് അത് മനുഷ്യരിലേക്ക് സ്പ്രെഡ് ആവുന്നത്. അത്തരം എലികൾ ജനവാസ മേഖലകളിൽ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ ഹാൻഡ വൈറസ് പരത്തുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള എലിയാണ്. അതിന് കാലുകൾ വെളുത്ത കളറിലുള്ള രീതിയിലുള്ള എലികളാണ് പൊതുവെ ഈ ഹാൻഡ വൈറസ് പരത്തുന്നത്. ഈ ഹാൻഡ വൈറസ് ആദ്യമായി സൗത്ത് കൊറിയയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അങ്ങനെയാണ് സൗത്ത് കൊറിയയിൽ നിന്നാണ് ഈ ഹാൻഡ വൈറസ് എന്ന പേര് ലഭിക്കുന്നത്. മാത്രമല്ല ഹാൻഡ വൈറസ് രണ്ട് രീതിയിലാണ് ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. ഒന്ന് ശ്വാസകോശത്തിനെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കാം, അല്ലെങ്കിൽ കിഡ്നിയെ ബാധിക്കാം. ഇപ്പൊ ഈ ശ്വാസകോശത്തിന് ബാധിക്കുന്ന രീതിയിലുള്ള ഇൻഫെക്ഷൻ ആണെങ്കിൽ 30% അതിന്റെ മരണനിരക്ക്. എന്നാൽ കിഡ്നിയെ ബാധിക്കുന്നതാണെങ്കിൽ 1 മുതൽ 15% അതിന്റെ മരണനിരക്ക് കണക്കാക്കപ്പെടുന്നത്. ഈ വൈറൽ ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിലേക്ക് വൈറസ് കയറി കഴിഞ്ഞാൽ ഒരു 6 മുതൽ 8 ആഴ്ചയ്ക്കുള്ളിലാണ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക. എന്തൊക്കെയാണ് ഹാൻഡ വൈറസിന്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. ഒന്നാമതായിട്ട് പനി, ശരീരവേദന, തലവേദന, ക്ഷീണം, ഛർദി, ഇതൊക്കെയാണ് ഇനീഷ്യൽ സ്റ്റേജിലുള്ള ലക്ഷണങ്ങൾ. പിന്നീട് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് മാറുമ്പോൾ ശ്വാസതടസ്സമൊക്കെ അനുഭവപ്പെടാം. ശ്വാസതടസ്സം, ശരീരം മൊത്തം വലിഞ്ഞു മുറുങ്ങുന്ന ഒരവസ്ഥയിലേക്കൊക്കെ മാറാം. ഇതൊക്കെയാണ് ഹാൻഡ വൈറസിന്റെ കോമൺ ആയിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങൾ. ഇനി എങ്ങനെ ഈ ഹാൻഡ വൈറസിനെ പ്രതിരോധിക്കാം? അടഞ്ഞു കിടക്കുന്ന ഗോഡൌണുകളൊക്കെ തുറക്കുന്ന സമയത്ത് മാസ്കും ഗ്ലൗസും ധരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല അണുവിമുക്തമാക്കാൻ, ഫ്ലോറൊക്കെ നല്ല രീതിയിൽ അണുവിമുക്തമാക്കാനും ശ്രദ്ധിക്കണം. ഈ ഹാൻഡ വൈറസ് മനുഷ്യനിൽ നിന്ന് മനുഷ്യരിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കുറവാണ്. 100% നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം പുറത്തുനിന്ന് വരുന്ന ആളുകളിലൂടെ ഈ ഹാൻഡ വൈറസ് നമ്മുടെ കേരളത്തിലും സ്പ്രെഡ് ആവാനുള്ള ചാൻസും കൂടുതലാണ്. പുറം രാജ്യങ്ങളിൽ നിന്ന്, എസ്പെഷ്യലി പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളിലൂടെ ഈ ഹാൻഡ വൈറസ് നമ്മുടെ കേരളത്തിലുള്ള, ഇന്ത്യയിലുള്ള ആളുകൾക്ക് വരാനുള്ള ചാൻസും തള്ളിക്കളയാൻ സാധിക്കില്ല. അതുകൊണ്ട് അങ്ങനെ വരുന്ന ആളുകളാണെങ്കിൽ കോവിഡ് കാലത്ത് നമ്മൾ എന്തൊക്കെ സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിച്ചുവോ അതൊക്കെ സ്വീകരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും. താങ്ക്സ് ഫോർ വാച്ചിങ്.